ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ പേജിൽ ഹിന്ദു ചർച്ച ചെയ്യുന്നത് ഒന്ന്, ഗുപ്കാർ അലയൻസ് ലീഡേഴ്സ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ നമുക്കറിയാം കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി മാറ്റിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം അതിനെതിരെ നിലകൊള്ളുകയുണ്ടായി. എന്നാൽ ഫാറൂഖ് അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും മറ്റ് ലീഡേഴ്സും അവർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നത് ഇന്നത്തെ മുഖ്യധാര പത്രങ്ങളിലെ വാർത്തയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയും PDP ലീഡർ മെഹബൂബ മുഫ്തിയും ഒക്കെ തന്നെ ജൂൺ 24 നാളെ ന്യൂഡൽഹിയിൽ നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുമെന്നും തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. മെഹബൂബ മുഫ്തി പറഞ്ഞത് പാകിസ്ഥാനുമായിട്ട് കാശ്മീർ ഇഷ്യൂവിൽ ഡയലോഗ് വേണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എങ്കിലും നാളത്തെ മീറ്റിംഗിൽ നമുക്കറിയാൻ സാധിക്കും എന്തൊക്കെ നടപടിക്രമങ്ങളാണ് മുൻപോട്ടേക്ക് വരിക എന്നുള്ളത്. മറ്റൊരു വാർത്ത, മെനി ഒപ്പോസിഷൻ പാർട്ടീസ് സ്കിപ്പ് രാഷ്ട്രമഞ്ച് മീറ്റ്. രാഷ്ട്രമഞ്ച് മീറ്റ് എന്ന് വെച്ചാല് എന്താണ്? ഒപ്പോസിഷൻ പാർട്ടീസ് എല്ലാവരും കൂടെ ചേർന്ന് ശരത് പവാറിന്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അപ്പൊ അതിൽ പല ഒപ്പോസിഷൻ പാർട്ടീസും വന്നില്ല. കാരണം ഇവരുടെ ഈ മീറ്റിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസിനെ അടുപ്പിച്ചിട്ടില്ല. അപ്പോ നമുക്കറിയാം കോൺഗ്രസ് ഇല്ലാതെ ഒരു മൂന്നാം മുന്നണിക്കുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കോൺഗ്രസ് മുന്നണിയിലേക്ക് വന്നാൽ പലപ്പോഴും പ്രധാനമന്ത്രി പദവി കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരു മൂന്നാം മുന്നണി സെറ്റപ്പ് ചെയ്ത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ശരത് പവാർ പണ്ടേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവേണ്ട ആളാണ്. എന്നാൽ ആ ഒരു ചാൻസ് ആണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. അദ്ദേഹം അങ്ങനെ കോൺഗ്രസ് വിട്ട് സോണിയാഗാന്ധിയുമായിട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞ് NCP എന്നുള്ള ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി. ഇപ്പോഴും പഴയ പ്രധാനമന്ത്രി മോഹം മനസ്സിൽ കിടപ്പുണ്ട്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു. അപ്പോ കോൺഗ്രസ് വിട്ടുപോയത് കൊണ്ട് അദ്ദേഹത്തിന് അധികാരത്തിലെത്താൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ മഞ്ചില് യശ്വന്ത് സിൻഹ, അദ്ദേഹവും BJP വിരുദ്ധ ലീഡറാണ്. പഴയ ധനകാര്യമന്ത്രിയൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ BJP നേതൃത്വവുമായിട്ടൊന്നും തന്നെ ചേർന്ന് പോകുന്നില്ല. അതുപോലെ ബിനോയ് വിശ്വം CPI MP ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പാർട്ടികളൊക്കെ തന്നെയുണ്ട്. DMK വന്നില്ല, RJD വന്നില്ല, BSP വന്നില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പാർട്ടികളാണ്. അപ്പൊ ഇവരെ ഇല്ലാതെ ഒരു പ്രതിപക്ഷ ഐക്യം എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ടോ എന്നുള്ളതും ചോദിക്കണം. അപ്പൊ NCP ലീഡർ പറഞ്ഞത് രാഷ്ട്രമഞ്ച് എന്ന് പറയുന്നത് ശരത് പവാറാണ് ആന്റി BJP പാർട്ടീസിനെ എല്ലാം കൂടെ യുണൈറ്റ് ചെയ്യാനുള്ളതാണ് എന്നാണ്. എന്നാൽ അദ്ദേഹം അല്ല ഇത് വിളിച്ചു ചേർത്തിരിക്കുന്നത്, ഇത് പൊതുവായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് എന്നാണ് പറയുക. കോൺഗ്രസ് ലീഡേഴ്സിനെയും വിളിച്ചിരുന്നു. മനീഷ് തിവാരി, അതുപോലെ കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി, ശത്രുഘ്നൻ സിൻഹ. അപ്പൊ അവര് അതിൽ അറ്റൻഡ് ചെയ്യുന്നതിന് ചില ഡിഫിക്കൽട്ടീസ് പറഞ്ഞിരുന്നു. നാഷണൽ കോൺഫറൻസ് ലീഡർ ഒമർ അബ്ദുള്ള, കാശ്മീരി എന്നുള്ളതാണ്. രാഷ്ട്രീയ ലോക്ദളിന്റെ ജയന്ത് ചൗധരി, ആം ആദ്മിയുടെ സുശീൽ ഗുപ്ത, പോയറ്റ് ജാവേദ് അക്ബർ, ഫോർമർ ഇലക്ഷൻ കമ്മീഷണർ SY ഖുറേഷി, ഫോർമർ ഡിപ്ലോമാറ്റ് KC സിംഗ്, ജസ്റ്റിസ് AP ഷാ തുടങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു. CPI ജനറൽ സെക്രട്ടറി D രാജ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അവരൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതില് ഒരുപാട് പേര് പ്രതീക്ഷിച്ച ആളുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയൊക്കെ ലോക്കൽ പേജുകൾ, അതാണ് ഈ ഗ്യാപ്പ് വരുന്നത്. ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വാർത്തയൊന്നും വായിക്കാത്തതാണല്ലോ. പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള വാർത്തയൊന്നും ഇവിടെ ഇല്ല. അതാണ് ഒരു നിശബ്ദതയിലേക്ക് പോകേണ്ടി വരുന്നത്.
നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ അവര് UGCയുടെ ഒരു ഓണർ പ്രധാനമന്ത്രിയെ താങ്ക് ചെയ്യുന്ന ബാനറുകൾ വലിച്ചു കെട്ടണം എന്ന് പറഞ്ഞു. അതിനെതിരെ അവര് നടക്കില്ല, താങ്ക് യു ഫോർ വാട്ട് എന്നുള്ള ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട. മനസ് നാഷണൽ പാർക്കിൽ നിന്ന് പിഗ്മി ഹോക്സിനെ പുറത്തുവിടുന്നു. 8 റയർ പിഗ്മി ഹോക്സ് റിലീസ്ഡ് ഇൻ മനസ് നാഷണൽ പാർക്ക്. നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതില് ക്യാപ്റ്റീവ് ബ്രീഡ് 8 of the 12 captive bred pygmy hawks. അത് റയറസ്റ്റ് ആൻഡ് വൈൽഡ് പിക്സ് ആണ്. അതിനെ മനസ് നാഷണൽ പാർക്കിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊരു കാഴ്ച. ഇപ്പൊ മനസ് നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിക്കുക. ഈ പിഗ്മി ഹോക്സ് അവിടെ കൺസർവേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും പഠിക്കുക. നാഷണൽ ലെവലിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു വാർത്ത. COVID-19 ക്ലെയിംസ് ഫെയിംഡ് ലിറിസിസ്റ്റ് പൂവച്ചാൽ ഖാദർ. 1000 സോങ്സ് എഴുതിയ ഒരു മലയാളിയാണ് പൂവച്ചാൽ ഖാദർ. അദ്ദേഹം 72ാമത്തെ വയസ്സിൽ മരിച്ചിരിക്കുന്നു. PWD ജോബ്സിൽ നിന്ന് സിനിമയിലെത്തിയ ആളാണ്. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്ത് നിന്നു എന്നൊക്കെ പറഞ്ഞ ഫേമസ് പാട്ടുകൾ. ശരറാന്തൽ തിരി തായും താണു എന്നുള്ള പാട്ട്. സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, എന്റെ ജന്മം നീ എടുത്തു, നിന്റെ ജന്മം ഞാൻ എടുത്തു. ഈ പാട്ടൊക്കെ എഴുതിയത് ഇദ്ദേഹമാണ്. ഇതാ ഒരു ധിക്കാരി എന്നുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. പൂവച്ചാൽ ഖാദറാണ് ഇത് എഴുതിയത്. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ ഇന്ന് കാണുകയാണ്. എഡിറ്റോറിയലിലേക്ക് പോവാം. എഡിറ്റോറിയലില് ആദ്യത്തെ എഡിറ്റോറിയൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. The threat of a third wave and new variants make speedy complete inoculation a priority. ഇന്ത്യ ഒരു 3ാം വേവിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഈ വേരിയന്റ് ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ വേരിയന്റ് ഡെൽറ്റ വേരിയന്റിൽ നിന്ന് വളരെ വേഗത്തിലാണ് ആളുകളിലേക്ക് ഇത് കടന്നു വരുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് വളരെ വേഗത്തിലായിരിക്കണം. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് എഡിറ്റോറിയൽ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകും. അതുപോലെ ഓവർ റെഗുലേഷൻ റിസ്ക്, അത് ഗ്രോത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ജോബ് ക്രിയേഷൻ, ഇ-കൊമേഴ്സ് സെക്ടർ, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മളിപ്പോ നമ്മുടെ അബ്സല്യൂട്ടിന് തന്നെ റിസർച്ച് ടീം തയ്യാറാക്കിയിട്ടുള്ള എഡിറ്റോറിയലിലേക്ക് അനാലിസിസിലേക്ക് പോകും. റോമൻ പെട്രോസെവിച്ച് അദ്ദേഹം മിൻസ്കില് കോർട്ട് ഹിയറിംഗിന് എത്തുകയാണ്. അപ്പൊ പൊളിറ്റിക്സ് ഓഫ് ആൻ ഏരിയൽ സ്നേഹ, റൈൻ എയറിന്റെ എയർക്രാഫ്റ്റ് ബെലാറസിൽ ഇറക്കി. ബോംബുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയത്. എന്നിട്ട് സത്യത്തിൽ ബോംബൊന്നും ഇല്ലായിരുന്നു. വെറുതെ അതിനകത്ത് യാത്ര ചെയ്തിരുന്ന ബെലാറസിലെ പ്രസിഡന്റിനെ വിമർശിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിമാനത്തിൽ ബോംബുണ്ട് എന്ന് പറഞ്ഞ് ബെലാറസിൽ ഇറക്കുകയാണ് ചെയ്തു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇയാളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പൊ അതൊരു ലോങ് സ്റ്റാൻഡിങ് എഫക്ട്സ് യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ബെലാറസിന്. നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പല പല വിഷയങ്ങൾ. COVID-19 വന്നു, ഫ്യൂവൽ പ്രൈസസ് കയറി നിൽക്കുന്നു, കാർട്ടൂണാണ് കാണുന്നത്. എക്കോണമി താഴേക്ക് പോകുന്നു. ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള മറ്റൊരു വിഷയം വരുന്നു. അഫ്ഗാൻ വയലൻസ് ഹാസ് റൈസൺ, ജയശങ്കർ പറഞ്ഞിരിക്കുക. കൺട്രിയുടെ ടെറിട്ടറി ടെററിസ്റ്റ് ഗ്രൂപ്പുകള് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ ഉപയോഗിച്ചുകൂടാ. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യം പോകുന്നതോടുകൂടി അത് താലിബാൻ തീവ്രവാദികൾ അവിടെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അവരുപയോഗിച്ചാൽ എന്ത് പറ്റും? ടെററിസ്റ്റുകൾ പലപ്പോഴും ഇന്ത്യക്കെതിരെ ഇത് ഉപയോഗിക്കും, ഈ അഫ്ഗാൻ മണ്ണിനെ ഉപയോഗിക്കും. അതിനെ അനുവദിച്ചുകൂടാ എന്ന് ജയശങ്കർ പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. കാരണം അഫ്ഗാൻ മണ്ണ് നമുക്കെതിരെ ഉപയോഗിക്കുകയാണ് എങ്കിൽ
അത് വലിയ പ്രതിസന്ധി നമുക്കിടയിൽ സൃഷ്ടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. GM റബ്ബർ സാപ്ലിംഗ് ആസാമിൽ പ്ലാൻ ചെയ്ത്, പ്രധാനപ്പെട്ട വാർത്തയാണ് കേട്ടോ. റബ്ബർ ബോർഡ് റിസർച്ച് ഫാം ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ്, അത് അതിന്റെ പ്രത്യേകത ക്ലൈമറ്റ് കണ്ടീഷന് ചേർന്നാണ് നോർത്ത് ഈസ്റ്റിൽ അവിടെ പ്ലാൻ ചെയ്തിരിക്കുക. ഈ ഒരു കേരള ബേസ്ഡ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇതൊന്ന് കോട്ടയത്തുള്ളതാണ് അല്ലെ, അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്താണ് എങ്കിലും വലിയ അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണിത്. തീർച്ചയായിട്ടും GM ക്രോപ്സിനെ കുറിച്ച് നിങ്ങളൊരു നോട്ട് തയ്യാറാക്കുക. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അത് കൊണ്ടുവരുന്നത് ഗുണകരമാണോ എന്നുള്ളതിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. ജമ്മു ആൻഡ് കാശ്മീർ ലീഡേഴ്സ് നാളെ ചർച്ച ചെയ്യാൻ പോകുന്നു. കോൺഗ്രസും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യും. അപ്പൊ നാളത്തെ പത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, നാളെ കഴിഞ്ഞ് നമുക്കതിന്റെ അനാലിസിസും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. മാൽ ന്യൂട്രീഷൻ നമ്മളിന്ന് ചർച്ച ചെയ്യാണ്, ഹൗസ് പാനിൽ അത് ചർച്ച ചെയ്യണം. COVID-19 കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്കറിയാം മാൽ ന്യൂട്രീഷൻ വലിയൊരു പ്രശ്നമാണ്. മാൽ ന്യൂട്രീഷൻ വലിയൊരു വിഷയമായിട്ട് മാറുകയും. അപ്പോ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ, വിമൻ, ചിൽഡ്രൻ ആൻഡ് യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർഡ് ബൈ രാജ്യസഭ MP വിനയ് Sahasrabudhe is learned to have grilled the officials of the ministry on the need for data to understand. ആ ഡാറ്റ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത പല ആളുകൾക്ക് ഈ കോവിഡ് മൂലം അത് അവരുടെ ഭക്ഷണശീലങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നടപടിക്രമങ്ങൾ വരണം. ട്രാവൽ റെസ്ട്രിക്ഷൻസ് മൂലം ഇന്ത്യൻ സ്റ്റുഡൻസിന് ഓസ്ട്രേലിയയിൽ എത്താൻ പറ്റുന്നില്ല. പല രാജ്യങ്ങളിലും പോകേണ്ടവർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വാക്സിൻ നമ്പേഴ്സ് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു വാർത്ത. ഡെൽറ്റ പ്ലസ് വേരിയന്റ് വലിയൊരു കൺസേൺ ആണ്, നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഈ പുതിയ വേരിയന്റ് അത് ഇവിടെ കേരളത്തിൽ ഇപ്പോ തിരുവല്ല, മധ്യ തിരുവിതാംകൂറിലൊക്കെ ഈ വേരിയന്റ് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തു. വളരെ പെട്ടെന്നാണ് ആളുകളിലേക്ക് ഇത് എത്തുന്നതെന്നാണ് പറയുക. 80 രാജ്യങ്ങളിൽ വന്നു. അപ്പൊ ഈ ഒരു വേരിയന്റ് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തൊരു സൊല്യൂഷൻ എന്നുള്ളത്. ഗവൺമെന്റിന് കീഴിലുള്ളതല്ല പ്രസ്. ആപ്പിൾ ഡെയിലിയെ പ്രോസിക്യൂട്ട് ചെയ്യും. അതൊരു നല്ല നടപടിക്രമമല്ല. ഹോങ്കോങ്ങിന്റെ ഒരു ഉദാഹരണം എടുത്താണ് പറയുന്നത്. ഗവൺമെന്റിന് കീഴ്വഴങ്ങി നിൽക്കേണ്ടതൊന്നുമല്ല പ്രസ്. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവൺമെന്റിന് കീഴ്വഴങ്ങി നിന്നിട്ടത്തെ കാര്യം, അവരൊരു ഇൻഡിപെൻഡന്റ് തലത്തിലേക്ക് നിൽക്കേണ്ടതുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, ചേഞ്ചസ് ഉണ്ടാവേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. നോ മിലിറ്ററി സൊല്യൂഷൻ ടു അഫ്ഗാൻ സിറ്റുവേഷൻ, US ടെൽസ് താലിബാൻ. അപ്പൊ ഒരു മിലിറ്ററി പാത്ത് അല്ല വേണ്ടതെന്നാണ് US പറഞ്ഞിരിക്കുന്നത്. UN അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫെൽഡ് താലിബാനോട് പറഞ്ഞു മിലിറ്ററി സൊല്യൂഷൻ ഇല്ല. അപ്പൊ അവര് മാറിക്കഴിയുമ്പോൾ താലിബാൻ പറഞ്ഞത് അതൊരു ലെജിറ്റിമസിയിലേക്ക് നയിക്കത്തില്ല. അപ്പൊ ആ രാജ്യത്തെ ജനാധിപത്യം ശാക്തീകരിക്കപ്പെടണം, അതാണ് അവിടെ ഉണ്ടാവേണ്ടത്. അതുപോലെ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ സിൻജിയാങ് റീജിയനിലെ ചൈനയുടെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുകയും. അതുപോലെ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ താജിക്കിസ്ഥാൻ ബോർഡർ ക്രോസിംഗ് കൈക്കലാക്കിയിരിക്കുന്നു. ഈ അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും തന്നെ അത്ര ശോഭനമല്ല. ഈ രീതി പോയി കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു പക്ഷേ വലിയ വെല്ലുവിളിയാവും. എനിക്ക് തോന്നുന്നു ഈ അമേരിക്ക ഇപ്പോൾ ഈ സെപ്റ്റംബർ മാറും എന്ന് പറയുന്ന പേരിൽ തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവിടെ അതിശക്തമായി ഇടപെട്ടിട്ടില്ല എങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. അപ്പോ എന്താണ് എങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
Why is China targeting cryptocurrencies? അവരൊരു പുതിയ ഡിജിറ്റൽ കറൻസി കൊണ്ടുവരുന്നു. ഇന്ത്യയും പുതിയ ഡിജിറ്റൽ കറൻസി കൊണ്ടുവരിക. സ്പോർട്സ് പേജ് ആണ്, നമുക്ക് അത്ര ആവശ്യമില്ല. നമ്മൾ നേരത്തെ അനാലിസിസിലോട്ട് പോകുന്നു. അബ്സല്യൂട്ടിന്റെ അനാലിസിസ്, നമ്മുടെ ടീം തയ്യാറാക്കുന്ന അനാലിസിസ്, വളരെ ഡെപ്തിലുള്ള അനാലിസിസ് ആണ് അബ്സല്യൂട്ട് തയ്യാറാക്കുന്നത്. GS 1 to 4 നിങ്ങൾക്ക് പ്രിന്റഡ് കണ്ടന്റ് ലഭിക്കും. ആ പ്രിന്റഡ് കണ്ടന്റിലൂടെ നമ്മൾ അതാത് ദിവസത്തെ വാർത്തകൾ അനലൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇത് അബ്സല്യൂട്ടിന്റെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. മാത്രമല്ല, ഇന്ന് വളരെ മികച്ച ഒരു കണ്ടന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. ഇന്ത്യ പലസ്തീൻ സംഘർഷം എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. ആ കണ്ടന്റും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ സാധിക്കും എന്ന് കരുതുന്നു. ഹൗസ് പാനൽ മാൽ ന്യൂട്രീഷൻ പഠിക്കാൻ പോവുകയാണ്. ഇത് GS 2 നിന്നുള്ള ഒരു ടോപ്പിക്, പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ വരുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അത് വിദ്യാഭ്യാസത്തിനും വനിതകൾക്കും കുട്ടികൾക്കും യൂത്തിനും സ്പോർട്സിനും വേണ്ടിയിട്ടുള്ളതാണ്. അവർ പറഞ്ഞത് ഒരു ഡാറ്റ വേണം. എങ്ങനെയാണ് ഹൗ അംഗൻവാടി സർവീസസ് വെയർ ഡെലിവേർഡ് ഓൺ ദ ഗ്രൗണ്ട് ഡ്യൂറിംഗ് ദ പാൻഡമിക് ആൻഡ് ടു അസസ് ദ ഇമ്പാക്ട് ഓഫ് COVID-19 ഓൺ സ്റ്റണ്ടിങ് ആൻഡ് വേസ്റ്റിംഗ് ലെവൽസ്. അപ്പോൾ ഈ COVID-19 കാലഘട്ടത്തിൽ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിരുന്നു, പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ട്. 14 ലക്ഷം അംഗൻവാടികളുടെ സർവീസസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റ ഈസ് ബിഗിനിങ് ടു അപ്ലോഡഡ് ഓൺലി ഫ്രം June 1st. മിനിസ്ട്രി ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു സാറ്റിസ്ഫൈ ദ കമ്മിറ്റി. മിനിസ്ട്രി പറഞ്ഞ എന്താണ്, സ്റ്റേറ്റ്സിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ധാരാളം കുട്ടികൾ അനാഥരാക്കും. എന്തുകൊണ്ട്? കോവിഡ് കാലഘട്ടത്തിൽ അവരുടെ അച്ഛനമ്മമാർ മരിച്ച് അവർ അനാഥരാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കണം, അവർക്ക് ഫണ്ട് കൊടുക്കണം. റിവൈസിങ് നോംസ് ചൈൽഡ് കെയറിന് സെറ്റ് ചെയ്യണം. ഫോസ്റ്റർ കെയറും അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫോസ്റ്റർ കെയർ ഫെസിലിറ്റീസ് എമർജൻസി ബേസിസിൽ കൊണ്ടുവരണം. ഇതൊക്കെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോ NCPCR സബ്മിഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 3500 കുട്ടികളാണ് അനാഥരാക്കപ്പെട്ടത്. ഒന്നും രണ്ടുമല്ല, അതൊരു വലിയ നമ്പറാണ്. ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്സിൽ നിന്നുമുള്ള ഇത്തരം കുട്ടികളെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അവരെ കുറിച്ചുള്ള അവരുടെ ആരോഗ്യസ്ഥിതിയും മറ്റുമൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യത്തെക്കുറിച്ച് കണക്കിലെടുക്കേണ്ടതുണ്ട്. 10 ലക്ഷം രൂപ PM കെയറിൽ നിന്നും ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഏകദേശം അത്തരം ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അംഗൻവാടി എന്ന് പറയുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അപ്പോൾ റൂറൽ ചൈൽഡ് മെറ്റേണൽ കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1975 ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ചൈൽഡ് ഹങ്കറും മാൽന്യൂട്രീഷനും അതിനുവേണ്ടി അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. അംഗൻവാടി സെന്റേഴ്സ് പ്രൊവൈഡ് എ പാക്കേജ് ഓഫ് 6 സർവീസസ്. എന്തൊക്കെയാണ്? സപ്ലിമെന്ററി ന്യൂട്രീഷൻ കൊടുക്കും. നമ്മൾ വിചാരിക്കും അംഗൻവാടിയൊക്കെ എനിക്ക് എല്ലാം അറിയാം, ചിലപ്പോൾ ഒന്നും അറിയണ്ടാവില്ല. ചോദ്യം വരുമ്പോൾ നമുക്കൊന്നും എഴുതാൻ പറ്റിയെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കും. പ്രീ സ്കൂൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പാർട്ടാണ്. ഇമ്മ്യൂണൈസേഷൻ അംഗൻവാടികളുടെ, അതുപോലെ ഹെൽത്ത് ചെക്കപ്പ്, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, റെഫറൽ സർവീസസ്, ഇതെല്ലാം അംഗൻവാടികൾ വഴിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബെനഫിഷ്യറീസിനെ ആധാർ വഴിയായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. റൂട്ട് ലെവലിലേക്ക് ബെനഫിറ്റ്സും കാര്യങ്ങളും എത്തിക്കാൻ അംഗൻവാടികള് സഹായകരമാവുന്നുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോ തീർച്ചയായിട്ടും അത് ലൈഫിൽ ഈ സാധാരണക്കാരന്റെ ജീവിതങ്ങളിൽ അത് ഇടപെടുന്നുണ്ട്. FOA എസ്റ്റിമേറ്റ് പറയുന്നത് 194.4 മില്യൺ ആളുകൾ ഇന്ത്യയിലാണ് അണ്ടർ നറിഷ്ഡ് ആയിട്ട്. അപ്പൊ ഈ ഡാറ്റയൊക്കെ എഴുതി വെക്കുക, അത് GS ആൻസേഴ്സിൽ കൊണ്ടുവരും. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2019 ഇന്ത്യക്ക് 102ാം സ്ഥാനമാണ്. 117
രാജ്യങ്ങളിലുള്ളത്. അപ്പൊ അത് എത്ര പുറകിലാണ് പട്ടിണിയില്, അല്ലെങ്കിൽ ആളുകൾക്ക് പലപ്പോഴും ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടുന്നില്ല. വേസ്റ്റിംഗ് റേറ്റും ഇന്ത്യയിൽ ഹൈ ആണ്. എന്നുവെച്ചാൽ എന്താണ്, ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിൽ 20.8%. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ പോലും ആളുകൾ ഫുഡ് വേസ്റ്റ് ചെയ്യത്തില്ല. ഇവിടെ വേസ്റ്റേജും വളരെ കൂടുതലാണ്. അപ്പൊ ഇന്റർവെൻഷൻസ് വരണം. കോവിഡ് വലിയ ഒരു ത്രെറ്റ് ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ, ഇടപെടലുകൾ, പ്രത്യേകിച്ച് ICDS പ്രൊജക്ട് വഴിയായിട്ടുള്ളതും ഒക്കെ തന്നെ. Children found that around 40% of eligible children have not received midday meal during lockdown. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. ഉച്ചക്കഞ്ഞി കൊടുക്കുമായിരുന്നു, അതും കിട്ടുന്നില്ല. ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്. 40%, ഓൾമോസ്റ്റ് പകുതി ആളുകൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. വേൾഡ് ഫുഡ് ഡേ നമ്മൾ ഒക്ടോബർ 14 ആചരിക്കുന്നുണ്ട്. പോഷൻ അഭിയാൻ എന്ന് പറഞ്ഞൊരു സ്കീമാണ്. ഈ സ്കീമിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കി, ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. അനീമിയ മുക്ത് ഭാരത് അഭിയാൻ, അത് 2018 ലോഞ്ച് ചെയ്ത മിഡ് ഡേ മീൽ സ്കീം. ഇതൊക്കെ നിങ്ങളുടെ ആൻസേഴ്സിൽ GS ൽ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. നോട്ടുകൂടെ തയ്യാറാക്കി. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 വന്നു. വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഫുഡ് ന്യൂട്രീഷൻ ഉറപ്പുവരുത്തുക. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയിൽ 6000 രൂപയാണ് പ്രസവ സമയത്ത്, പ്രത്യേകിച്ചും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് നല്ല ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ICDS സ്കീം 75 തൊട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആളുകൾക്ക് ഗുണകരമാവും, പോസിറ്റീവ് ചേഞ്ചിനെ വഴിതെളിക്കും. GM റബ്ബർ സാപ്ലിംഗ് ആസാമിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. അത് ലോകത്തിലെ വേൾഡ്സ് ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ് ടൈലേർഡ് ഫോർ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഇൻ ദ നോർത്ത് ഈസ്റ്റ്. ഇത് ആരാ ഡെവലപ്പ് ചെയ്ത്? കേരള ബേസ്ഡ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആദ്യത്തെ ലോകത്തിലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ് ആണ്. വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടമാണ്. അത് നോർത്ത് ഈസ്റ്റിന്റെ കണ്ടീഷൻസിനനുസരിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ GM റബ്ബറിന് ജീൻ MnSOD, മാംഗനീസ് കണ്ടെയ്നിങ് സൂപ്പറോക്സൈഡ് ഡിസ്മ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് സിവിയർ കോൾഡ് കണ്ടീഷൻസിനെ നേരിടാൻ സഹായകരമാണ്. ഇന്ത്യയാണ് ലോകത്തിലെ തന്നെ 5th ലാർജസ്റ്റ് റബ്ബർ പ്രൊഡ്യൂസിങ് കൺട്രി. മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബ്രസീൽ ഇത് കഴിഞ്ഞാൽ 7 ലക്ഷം ടൺ റബ്ബർ ഉൽപ്പാദിക്കും. കേരള ആണ് ലീഡിങ് റബ്ബർ പ്രൊഡ്യൂസർ. നാച്ചുറൽ റബ്ബർ 6 ലക്ഷം ടണ്ണാണ് നമ്മൾ ഉൽപ്പാദിക്കുന്നത്. കോട്ടയം, കൊല്ലം, എറണാകുളം, കോഴിക്കോട് ഡിസ്ട്രിക്ട് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വരിക. പിന്നെ തമിഴ്നാടും കർണാടകയും ആൻഡമാനും ഒക്കെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ലാറ്റക്സ്, ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ദ ലാറ്റക്സ് ഓഫ് എ ട്രീ കോൾഡ് ഹീവിയ ബ്രാസിലിയനിസിസ്. റബ്ബറിന്റെ റബ്ബർ ചെടിയുടെ സയന്റിഫിക് നെയിമാണ്. അപ്പോൾ പെരിയാറിന്റെ തീരത്തിലാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ റബ്ബർ പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് ഉണ്ടാവുക. ബെസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രിക്കും 35 ഡിഗ്രിക്കും ഇടയ്ക്കാണ്. ആനുവൽ റെയിൻഫാൾ 30 സെന്റിമീറ്റർ വേണം. ആ ക്ലൈമാറ്റിക്കൽ കണ്ടീഷൻസ് നിങ്ങൾ എപ്പോഴും ക്രോപ്സ് പഠിക്കുമ്പോൾ ഏത് ക്ലൈമറ്റ് കണ്ടീഷനിലാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചോണം. അപ്പൊ ഈ പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെയിൻഫോള് അതൊക്കെ ക്ലാരിറ്റിയോടെ തന്നെ പഠിക്കുക. ഡീപ്പ്, റിച്ച് ആൻഡ് വെൽ ഡ്രെയിൻഡ് ലോമി സോയിലാണ് ഇതുണ്ടാവുന്നത്. നാഷണൽ റബ്ബർ പോളിസി 2019 വന്നിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസീസിനെ ചൈന എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു? അബ്സല്യൂട്ടിന്റെ റിസർച്ച് ടീം ഇന്ന് അനലൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. Price of world's most prominent cryptocurrency, Bitcoin, has more than halved in the last 2 months after hitting a peak in mid-April. The second most valuable cryptocurrency, Ether, അതിന് ഒരു ഫോൾ ഉണ്ടായി. എന്താണ് അത്? ഒരുപാട് വില കയറി എന്നിട്ട് നേരെ പകുതിയായിട്ട് വില കുറഞ്ഞു. എന്താണ് കാരണം? റീസൺ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. റീസൺ മറ്റൊന്നുമല്ല, ഈതർ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. റീസൺ ചൈനയുടെ ഒരു ക്രാക്ക് ഡൗൺ. അവര് ദേ ആർ നോട്ട് സാങ്ഷൻഡ് ബൈ സെൻട്രൽ അതോറിറ്റി ആൻഡ് ആർ സെക്യൂർഡ് ബൈ ക്രിപ്റ്റോഗ്രാഫി. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ചൈന അംഗീകരിക്കുന്നില്ല. അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽ കറൻസി വരികയാണ്. ഇന്ത്യ അങ്ങനെ തന്നെയാണ്. അപ്പോൾ
Bitcoin miners play a similar role to gold miners. They bring new Bitcoins into circulation. They get these as a reward for validating transactions, which require the successful computation of a mathematical puzzle. And these computations have become ever increasingly complex and therefore energy intensive in recent years. Huge mining operations are now inevitable if one is to mine Bitcoins. Access to cheap electricity had made mining lucrative in China. China, ഇറാനിലേക്ക് ആളുകള് ഇലക്ട്രിസിറ്റി ചീപ്പായിട്ട് ലഭിക്കുന്നതുകൊണ്ട് അവര് ഈ ക്രിപ്റ്റോ കറൻസി മൈനിങ്ങിലേക്കൊക്കെ ആളുകൾ തിരിയുന്നു. ചൈന എന്ത് ചെയ്തു? അതിന്റെ ഒരു ക്രാക്ക് ഡൗണിലേക്ക് വന്നു റീസെന്റ്. Cambridge Bitcoin Electricity Consumption Index, China accounted for nearly 2/3 of the global computational power last year. Xinjiang and Sichuan provinces accounted for nearly half of this. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ബേസ്ഡ് ക്രിപ്റ്റോ മൈനിങ് ഹബ്ബായിട്ട് ചൈന മാറുന്നു. അവർ ബാങ്ക്സിനോട് പറഞ്ഞു എന്ത് ചെയ്യണം? പുൾ ദ പ്ലഗ് ഓൺ ദ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ്. അതിൽ അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്ട്രിക്ഷൻസ് അവർ കൊണ്ടുവന്നു. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ബാർ ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോൾ വാല്യൂ ഇടിയുകയാണ്. ഉപയോഗിക്കാൻ പറ്റിയില്ല പിന്നെ ഇത് ആർക്കാണ് ഇത് കൊണ്ടുവരിക? ചൈനയ്ക്ക് എന്താ വേണ്ടത്? അവരുടെ ഓൺ ഒരു കറൻസി കൊണ്ടുവരിക. അപ്പൊ ക്രിപ്റ്റോ കറൻസിയുടെ മറ്റൊരു വലിയ പ്രശ്നം ഈ ഫണ്ട് ടെററിസ്റ്റ് ഫണ്ടിങ്സിനും മറ്റുമൊക്കെ ഉപയോഗിച്ചേക്കാം. അതൊരു പ്രശ്നമാണ്. Tying reforms incentivize helped widen adoption. GS3 economy. ഇന്ത്യ എന്ത് ചെയ്യണം? റീഫോംസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അഡിക്വേറ്റ് റിസോഴ്സസ് നമുക്ക് പല മേഖലകളിൽ കൊണ്ടുവരണം. പ്രത്യേകിച്ചും പബ്ലിക് വെൽഫെയറുമായി ബന്ധപ്പെട്ടിട്ട് ആത്മനിർഭർ ഭാരത് സെന്റർ ഹാഡ് പെർമിറ്റഡ് സ്റ്റേറ്റ്സ് ടു ബോറോ ആൻ അഡീഷണൽ 2% of gross state domestic product. 23 states availed additional borrowings of 1.6 lakhs. അപ്പോൾ ഫണ്ടിന്റെ ലഭ്യത കൂട്ടേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ടീ ഡേ ഓപ്ഷൻ സെറ്റ്സ് പ്രൈസ് റെക്കോർഡ്. ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ഓപ്ഷൻ നടന്നു. ആസാമിലെ ജോർഹട്ടിൽ. ടീ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു റീജിയനാണ് ഈ ആസാമിലെ ജോർഹട്ട് റീജിയൻ. ഓപ്ഷനിൽ നമുക്കറിയാം ടീയുടെ ഒക്കെ വില. അവിടെ ഓർത്തഡോക്സ് ടീ ഫ്രം Pabhojan tea estate was sold for 4,000 per kilo. മറ്റൊരു 1000 രൂപ, 510 രൂപ പെർ kg. ഇങ്ങനെ ഇതൊക്കെ റെക്കോർഡ് പ്രൈസസ് ആണ്. അപ്പൊ അത്രയും വലിയ തുകയ്ക്ക് ഓപ്ഷൻ നടന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓർത്തഡോക്സ് ടീ ഫ്രം Pabhojan tea estate. ഇന്റർനാഷണൽ ടീ ഡേ ഈ ആരംഭിക്കാനുള്ള കാര്യം UN-നും ഇതിന്റെ ഒരു ടീ ഡ്രിങ്ക് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ഒഫീഷ്യൽ ഡേ കൊടുത്തിരിക്കുന്നത്. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ എന്നുള്ളത്. ചൈനയാണ് ടീയില് വേൾഡ് ലീഡർ. ഇന്ത്യയാണ് ലാർജസ്റ്റ് കൺസ്യൂമർ, ഉപയോഗിക്കുന്നവർ. അതുപോലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇന്ത്യയാണ്, ചൈന കഴിഞ്ഞത്. അതും ചോദ്യമായിട്ട് വരാൻ കേട്ടോ. നമ്മൾ വിചാരിക്കും ഇന്ത്യയാണ്. ഇന്ത്യയില് ടോപ്പ് ഗ്രോയിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആസാം, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരള, കർണാടക. റയർ പിഗ്മി ഹോക്സ് നമ്മൾ റിലീസ് ചെയ്തു. ഞാൻ ഓൾറെഡി ചർച്ച ചെയ്താണ്, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് വരുമ്പോൾ ഈ പോളിസി ക്രിപ്പ് GS3 എക്കണോമിയിൽ നിന്നുള്ളതാണ്. ഗവൺമെന്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. The Department of Consumer Affairs has mooted a set of sweeping amendments ostensibly to protect the interest of consumers and encourage free and fair compensation in the market. Consumer Protection Rules 2020 വന്നിട്ടുണ്ട്. അതില് a norm stipulating the appointment of a chief complaints officer. ഒരു കംപ്ലൈൻസ് ഓഫീസർ വേണം. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന് നോഡൽ കോണ്ടാക്ട് പേഴ്സൺ വേണം. ഇ കൊമേഴ്സ് എൻറ്റിറ്റീസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഗുഡ്സും ഒക്കെ കൊടുക്കുന്നവർ എന്ത് ചെയ്യണം? അത് ഏതാണ് കൺട്രി ഓഫ് ഒറിജിൻ എന്നുള്ളത് അവര് പറയണം. കാരണം ഡൊമസ്റ്റിക് ഗുഡ്സിന് ഒരു ഫെയർ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലാഷ് സെയിൽസിൽ ബാക്ക് ടു ബാക്ക് വൺസ് ആർ സെറ്റ് ടു ബി ബാൻഡ്
and all entities must provide information within 72 hours. നമുക്കറിയാം പലപ്പോഴും ഒത്തിരി അൺനെസസറി പ്രാക്ടീസസ് ഈ സൈഡിൽ നടക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് നാൾ മുമ്പ് ഉണ്ടായ ഒരു അനുഭവം, ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങി. അപ്പൊ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പ്രൈസ് കമ്പാരിറ്റീവ്ലി സെയിം മോഡലിൽ തന്നെ കുറഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടാണ് നമ്മളത് പർച്ചേസ് ചെയ്തത്. പക്ഷെ എനിക്ക് വന്ന ഫോൺ ആരോ യൂസ് ചെയ്ത ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം കൺസ്യൂമേഴ്സ് നേരിടുന്നുണ്ട്. അത്തരം കൺസ്യൂമേഴ്സ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്കും ഒരു ന്യായം, നീതി ലഭ്യമാവേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടിക്രമങ്ങൾ ഗവൺമെന്റ് തീർച്ചയായിട്ടും എടുക്കണം. അതുപോലെ തന്നെ ഈ മേഖലകളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ കൂടുതലായിട്ട് വരണം. ജോബ് ക്രിയേഷനും ഇ കൊമേഴ്സ് സെക്ടറിൽ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ റെഗുലേഷൻസിലേക്ക് വരരുത്. ഓവർ റെഗുലേഷൻ വന്നാലുള്ള പ്രശ്നം എന്താണ്? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു പോസിബിലിറ്റി ഉള്ള ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ഈ ഓവർ റെഗുലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് കാണുന്നത്. അടുത്തത് കൗണ്ടറിങ് എ പൊളിറ്റിക്കൽ ആക്ട് ദാറ്റ് ഹാസ് എ ലീഗൽ ഗാർ, GS2 ഗവേണൻസിൽ എന്നുള്ളതാണ്. ഐഷ സുൽത്താന ഒരു ഫിലിം മേക്കറാണ്, ലക്ഷദ്വീപിൽ നിന്നുണ്ട്. അവരെ സെഡീഷൻ ലോസിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവര് കേരള ഹൈക്കോടതിയിൽ പോയി എന്താണ് പ്രീ അറസ്റ്റ് ബെയിലിന് വേണ്ടി കോർട്ട് ഇൻട്രീം ബെയിൽ അവർക്ക് കൊടുത്തു ജൂൺ 17 വരെ. അപ്പൊ സുൽത്താന പറഞ്ഞൊരു കാര്യം, അവരൊരു വേർഡ് യൂസ് ചെയ്തു, ബയോ വെപ്പൺ ഇൻ ടെലിവിഷൻ ഡിസ്കഷൻ. അപ്പൊ അവരിത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ആക്ഷൻസ് എതിരെയാണ് അവര് സംസാരിച്ചു തുടങ്ങിയത്. അപ്പോ അത് ഒരുപക്ഷെ ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ട് കണക്കിലെടുത്ത് അവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഈ സെഡീഷൻ ലോ സെക്ഷൻ 124A ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് അത് 1870 കൊണ്ടുവരുന്നത്. 1922 മഹാത്മാഗാന്ധി സെഡീഷൻ ചാർജ് ഗാന്ധിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജി ഒരു ലോയർ ആയിരുന്നു. അദ്ദേഹം 2 പോയിന്റാണ് മുൻപോട്ടേക്ക് വെച്ചത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് എക്സിസ്റ്റിംഗ് റിജീമിനെതിരെയുള്ള he admitted the charge of preaching disaffection towards the existing regime. അവർക്കെതിരെ അദ്ദേഹം സംസാരിച്ചു എന്ന് പറഞ്ഞു, എക്സിസ്റ്റിംഗ് അന്നത്തെ ഭരണകർത്താക്കളെതിരെ. 2, അദ്ദേഹത്തിന്റെ ആക്ടിനെ ഗാന്ധിജി സപ്പോർട്ട് ചെയ്ത്, ഇത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. A sin to have affection for the system. He explained, affection cannot be manufactured or regulated by law എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധികളും ഒക്കെ തന്നെ ഉണ്ട്. സെഡീഷൻ കേസസ് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കൂടുന്നു. 160% ഇൻക്രീസ് ആണ് ഉണ്ടായത്. ഇതൊക്കെ ഈ ഡ്രാക്കോണിയൻ പ്രൊവിഷൻസ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1897 ബാലഗംഗാധര തിലകന് കേസരിയിലും, അതൊരു മറാഠി ന്യൂസ് പേപ്പർ ആയിരുന്നു, അദ്ദേഹത്തിൽ എഴുതിയ ലേഖനങ്ങളുടെ പേരിൽ ഈ സെഡീഷൻ ലോകളിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ബൽവന്ത് സിംഗ് 95 ഒരു കേസ് വന്നു. ഇൻഡിപെൻഡൻസ് നേഷൻ വേർ ഫൗണ്ട് ടു ബി നോട്ട് സെഡീഷ്യസ് ഫോർ വാട്ട് ദ ഇൻഗ്രീഡിയന്റ് എൻസൈറ്റ്മെന്റ് ഓഫ് വയലേഷൻ എന്നാണെന്ന് പറഞ്ഞത്. കേദാർനാഥ് കേസിലും സമാനമായിട്ടുള്ള ഒരു കേസാണ്, സമാനമായിട്ടുള്ള ഒരു വിധിയാണ് വന്നത്. അപ്പോൾ ഒരു ജുഡീഷ്യൽ റിവിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ് ഹിന്ദു സൂചിപ്പിക്കുന്നത്. ഇതാ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. വളരെ കുറച്ച് ഏരിയാസ് അവസാന ഘട്ടത്തിൽ നമുക്കുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന MCQs ആണ് ചോദ്യങ്ങൾ. പ്രിലിം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ചോദ്യങ്ങൾ? ഒന്ന്, ഫസ്റ്റ് ഇന്റർനാഷണൽ ടീ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്താണ്? അതിന്റെ the day raise awarenesses of the long history and deep cultural and economic significances of tea around the world. ഓപ്ഷൻ ഏതാണ് ശരി? A, 1 only, 2 only, 1 and 2, neither 1 nor 2. ഈ ഒരു ഓപ്ഷനിൽ ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം both 1 and 2. ഇത് രണ്ടും ശരിയാണ് എന്നതാണ് ശരി. തീർച്ചയായിട്ടും നമുക്കത് കാണേണ്ടതുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിനാരിയോസ് കമ്പനീസ് ഹാവ് ടു ഡിസ്ക്ലോസ് ദെയർ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഫയലിംഗ്സ് ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്? ഉത്തരം, എനി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ transactions involving cryptocurrency. The amount of cryptocurrency held in the
റിപ്പോർട്ടിംഗ് ഡേറ്റ്. എനി ഡെപ്പോസിറ്റ്സ് ഓർ അഡ്വാൻസസ് റിസീവ്ഡ് ഫ്രം എനിവൺ ഇൻ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ക്രിപ്റ്റോ കറൻസീസ്. ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന് നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലിലുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അബ്സല്യൂട്ടിന്റെ പ്രിലിം ടെസ്റ്റ് സീരീസും മെയിൻസിന്റെ ടെസ്റ്റ് സീരീസും ഉടൻ ആരംഭിക്കുന്നു. അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ അബ്സല്യൂട്ടിനൊപ്പം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒപ്പം ഡിഗ്രി വിത്ത് സിവിൽ സർവീസ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും.